ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്ന സബ് മീറ്റർ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. സാധാരണ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഇയർ ഓൺ ഇയർ ആയിരിക്കും. എനിവേ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സെറോസ് ആണ്. ഈ വാഹനത്തിൻ്റെ സെയിൽ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ മാസം വെറും 544 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ മുന്നത്തെ മാസം അതായത് ഒക്ടോബറിൽ 785 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് 241 വാഹനങ്ങളുടെ വ്യത്യാസവും 30.7% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഡീഗ്രോത്ത് ഉള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ടോട്ടൽ 14 വണ്ടികളുണ്ട്. പക്ഷേ അതിൽ ടോപ്പ് 3 എല്ലാത്തിനും 30% എടുത്തത്. അതാണ് ഏറ്റവും വലിയ രസം. എനിവേ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇത് തന്നെയാണ്. പക്ഷേ വളരെ ചെറിയ മാർജിനിലാണ് അത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് വൈകാതെ മനസ്സിലാവും. എനിവേ നമ്മുടെ 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ജിംനിയാണ്. സാധാരണ ജിംനിയാണ് 14th വരാറ്, അതിന് മുകളിലായിരുന്നു സെറോസ് വരാറ്. പക്ഷേ ഏതായാലും കഴിഞ്ഞ മാസം നേരെ തിരിഞ്ഞിട്ടുണ്ട്. ജിംനിക്ക് 802 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഒക്ടോബർ മാസത്തിൽ 592 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 210 വാഹനങ്ങളുടെ ഡിഫറൻസും 35.47% ഗ്രോത്ത് റേറ്റുമാണ്. ആക്ച്വലി ഗ്രോത്ത് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന ആകെപ്പാട് 5 വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ജിംനി. സോ ഗ്രോത്തിൻ്റെ കാര്യത്തിലൊക്കെ, പക്ഷെ എന്നാലും സെയിൽസ് ഇപ്പോഴും 1000-ന് താഴെ തന്നെയാണ്. അത് അത്ര ഭയങ്കര ഇമ്പ്രസീവ് അല്ല, പ്രത്യേകിച്ച് കാറിൻ്റെയൊക്കെ സെയിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നി വണ്ടി വാങ്ങാനുള്ളവരെല്ലാം വാങ്ങി, ഇനിയിപ്പോൾ ഇത് വാങ്ങാൻ ഒരുപാട് ആൾക്കാരില്ലായിരിക്കും. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം റെനോ കൈഗറാണ്. ഇതിന് കഴിഞ്ഞ മാസം 1151 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അത് ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ സെയിലാണ്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 948 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ കമ്പയർ ചെയ്യുമ്പോൾ 203 വാഹനങ്ങളുടെ വ്യത്യാസവും 21.41% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഗ്രോത്ത് റേറ്റാണ്. ആൻഡ് ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടിയും ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും അത് അത്ര സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിലെനിക്ക് സംശയമുണ്ട്. കാരണം 1000-ന് തൊട്ട് മുകളിൽ ഇപ്പോഴും ഇതിന് സെയിൽ കിട്ടുന്നുള്ളൂ. ഈ വണ്ടിയുടെ പ്രൈസും സൈസും അതുപോലെ കോമ്പറ്റീഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെയാണ് മാഗ്നൈറ്റിൻ്റെ കാര്യം. 11th പൊസിഷനിൽ നിൽക്കുന്ന മാഗ്നൈറ്റ് ആണ്. കഴിഞ്ഞ മാസം 1908 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഒക്ടോബർ മാസത്തിൽ 2615 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അവിടെ 707 വാഹനങ്ങളുടെ വ്യത്യാസവും 27.04% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ നാലാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ബട്ട് സ്റ്റിൽ ഇതും 2000-ന് താഴെ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് മോശം തന്നെയാണ്. പ്രത്യേകിച്ച് അവർ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല ചേഞ്ചസ് ഒക്കെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും പിന്നെ ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും ഒക്കെ ചെയ്തതുമായിരുന്നു. എനിവേ മാഗ്നൈറ്റ് മാത്രമല്ല നിസാൻ, ഇനിയിപ്പോൾ അടുത്ത വർഷം കുറച്ച് പുതിയ വണ്ടികൾ വരാനുണ്ട്. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടൈസറാണ്. ഇതിന് കഴിഞ്ഞ മാസം 3177 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഒക്ടോബർ മാസത്തിൽ 4561 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1384 വാഹനങ്ങളുടെ വ്യത്യാസവും 30.34% ഡീഗ്രോത്ത് റേറ്റാണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. ഇത് പിന്നെ ഡീഗ്രോത്ത് ഒന്നും അങ്ങനെ വലിയ രീതിയിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം മാരുതി സുസുക്കിനെ ഉണ്ടാക്കി ടൊയോട്ടയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ടൊയോട്ടയ്ക്ക് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരെത്ര കൊടുക്കുന്നോ അത്രയാണ് ഈ വാഹനത്തിൻ്റെ സെയിൽ. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി. ആൻഡ് അത് വളരെ ചെറിയ മാർജിനിലാണ് സെക്കൻഡും തേർഡും തമ്മിൽ നിൽക്കുന്നത്. അധികം കാത്തിരിക്കേണ്ടത് അറിയാൻ നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി കൈലക്കാണ്. ഇത് തന്നെയാണ് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. എനിവേ 3538 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. ഒക്ടോബർ മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 5078 വാഹനങ്ങൾ സെയിൽ കഴിഞ്ഞതിന് മുന്നത്തെ മാസം കിട്ടിയതായിരുന്നു. 1540 വാഹനങ്ങളുടെ വ്യത്യാസവും 30.33% ഡീഗ്രോത്ത് റേറ്റാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് ടൈസറും ഇത് ഭയങ്കര കട്ട കോമ്പറ്റീഷൻ ആണെന്ന്. ടൈസറിന് 30.34 ആയിരുന്നു, ഇതിന് 30.33 ആണ്. സോ നമ്മളിപ്പം 2 ഡിജിറ്റ്സ് ഡോട്ട് കഴിഞ്ഞിട്ട് എടുക്കേണ്ടിരുന്ന രണ്ടും സെയിം ആണെന്ന് തന്നെ പറയും. അല്ലെങ്കിൽ രണ്ടും ഏകദേശം സെയിം ആണെന്ന് തന്നെ പറയും. ഇതാണ് അതുകൊണ്ട് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി. നമ്മുടെ അടുത്ത വാഹനം എക്സ്റ്റർ ആണ്. ഹ്യുണ്ടായുടെ 5705 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. 6294 വാഹനങ്ങളുടെ സെയിലായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ മാസം വന്നത്. 589 വാഹനങ്ങളുടെ വ്യത്യാസവും 9.36% ഡീഗ്രോത്ത് റേറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും മൂന്നാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. ആൻഡ് ഇതിൻ്റെ സെയിലും കുറേ കാലമായിട്ട് കൺസിസ്റ്റൻ്റ് ആണ്. 5000 to 6000-നിടയിലാണ് മിക്കവാറും ഒക്കെ വരാറുള്ളത്. എഗെയിൻ ഞാൻ പറയുന്നു, പഞ്ചിൻ്റെ കോമ്പറ്റീഷനാണ് ഈ വണ്ടി വന്നു. പക്ഷേ അതിൻ്റെ അടുത്തൊന്നും ഇതിന് എന്തായാലും സെയിൽ കിട്ടാറില്ല, ഒരിക്കലും കിട്ടാറില്ല. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ XUV 3XO ആണ്. ഇതിന് കഴിഞ്ഞ മാസം 10601 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഒക്ടോബർ മാസത്തിൽ 12237 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 1636 വാഹനങ്ങളുടെ വ്യത്യാസവും 13.37% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഡീഗ്രോത്ത് റേറ്റ് വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും സെയിൽ വെച്ച് നോക്കുമ്പോൾ 10,000-ൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്, 12,000-ന്. അത് ആവറേജ് ആണ്. കാരണം പണ്ട് 300 ആയിരുന്ന സമയത്ത് ഇത്രയും പോലും സെയിലില്ലായിരുന്നു, 4000-5000 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതായാലും ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പം 7000-8000 റേഞ്ച് ആയിരുന്നു. അതിൽ നിന്ന് കൂടി 10,000-ന് മുകളിലോട്ടൊക്കെ ആയിട്ടുണ്ട്. സോ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്.
ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി പുതിയ ജനറേഷൻ ഹ്യുണ്ടായി വെന്യൂ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 11,645 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഒക്ടോബർ മാസത്തിൽ 11,738 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 93 വാഹനങ്ങളുടെ വ്യത്യാസം 0.79% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മന്ത് ഓൺ മന്ത് കണക്കിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ഇതിപ്പം ഫേസ് ലിഫ്റ്റ് ജസ്റ്റ് വന്നിട്ടില്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ പതുക്കെ സെയിൽ വീണ്ടും കൂടുമായിരിക്കും. ഒരു 13,000-14,000 കയറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രയും നല്ല ചേഞ്ചസ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ഒരിത്തിരി കൂടുതലാണ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനനുസരിച്ച് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയ സോണറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 12,051 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. ഒക്ടോബറിൽ 12,745 വാഹനങ്ങൾ സെയിലായിരുന്നു. 694 വാഹനങ്ങളുടെ വ്യത്യാസം 5.45% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. ആൻഡ് ഇതിപ്പം ടെക്നിക്കലി വെന്യൂവിനാണ് ജനറേഷൻ അപ്ഡേറ്റ് കിട്ടിയത്. പക്ഷേ വെന്യൂവിനേക്കാൾ കൂടുതൽ സെയിൽ സോണറ്റിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വന്നത്. ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ സെയിലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 13,947 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഒക്ടോബറിൽ 12,072 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1,875 വാഹനങ്ങളുടെ വ്യത്യാസവും 15.53% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് സെയിലാണെങ്കിലും ഡീസൻ്റ് ആണ്. ഒക്ടോബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ ടോപ്പ് 3ലേക്ക് കയറി. 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 15,058 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഒക്ടോബറിൽ 17,003 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ 1,945 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 11.44% ഡീഗ്രോത്ത് റേറ്റ് ആണ്. അത് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ടെക്നിക്കലി ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നാലാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ആൻഡ് ഓവറോൾ സെയിൽ എടുക്കുകയാണെങ്കിലും 15,000 എന്ന് പറയുന്ന അത്ര മോശമൊന്നുമല്ല. ഇതിനിപ്പം മിക്ക മാസങ്ങളിലും ബലേനോയേക്കാൾ കൂടുതൽ സെയിൽ കിട്ടുന്നുണ്ട്. ഈവൻ ദോ ഇതിന് ഇൻറ്റീരിയർ എല്ലാം എക്സാക്ട്ലി ബലേനോ പോലെ ആണെങ്കിലും പോലും എക്സ്റ്റീരിയർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നമ്മുടെ അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചും പഞ്ച് EV-യൊക്കെയാണ്. ഇതിന് കഴിഞ്ഞ മാസം 18,753 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഒക്ടോബറിൽ 16,810 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1,943 വാഹനങ്ങളുടെ വ്യത്യാസം 11.56% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഹൈ ഗ്രോത്ത് റേറ്റ് അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആണ്. ആൻഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ പിന്നെയും 18,000-അടുത്തോട്ട് പഞ്ചിൻ്റെ സെയിൽ കയറിയിരിക്കുന്ന കഴിഞ്ഞ മാസമാണ്. അത്രയും കാലം വരെ ഇങ്ങനെ കൈൻഡ് ഓഫ് ഒരു 12,000, 13,000 ആ റേഞ്ചൊക്കെ പിടിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. 2024 പഞ്ചിന് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയിരുന്നത്. ഈ വർഷം സ്റ്റാർട്ടിങ് തൊട്ട് ഇത്തിരി മോശമായിരുന്നു. ബട്ട് നെക്സോൺ എല്ലാപ്പോഴത്തെയും പോലെ തന്നെ പിന്നെയും സെയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നെക്സോൺ EV-യൊക്കെയാണ്. 22,434 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഒക്ടോബർ മാസത്തിൽ 22,083 വാഹനങ്ങളുടെ സെയിലായിരുന്നു. നമ്മൾ ഈവൻ അതിന് മുന്നത്തെ മാസം, അതായത് സെപ്റ്റംബർ എടുക്കുകയാണെങ്കിൽ പോലും 22,500 ആ മാസം സെയിൽ ഉണ്ടായിരുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം 22,000 മുകളിൽ തന്നെ സെയിൽ വന്നിട്ടുണ്ട്. ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 351 വാഹനങ്ങളുടെയും 1.59% ഗ്രോത്ത് റേറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് തന്നെയാണ്. പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല, കാരണം ഇത്രയും സെയിലുള്ളപ്പോൾ പിന്നെ അതിന് പ്രസക്തി ഇല്ലല്ലോ. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്ന സബ്ഫോമീറ്റർ SUVs. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സായി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.